ഹായ്, ദിസ് ഈസ് മീ രത്നരാജ്. അപ്പോൾ നമ്മൾ കോഴിക്കോട്ട് കൂർഗ് ഒരു വൺ ഡേ റൈഡിനുള്ള പരിപാടിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ തലേന്ന് എൻ്റെ റൈഡിങ്ങിൻ്റെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ച് ഹെൽമറ്റും ജാക്കറ്റും വാട്ടർ ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതിൻ്റെ കൂടെ തന്നെ വണ്ടിയെല്ലാം കഴുകി തുടച്ച് നീറ്റാക്കി ക്ലീനാക്കി വെച്ച് പിന്നെ ഒരു ബോക്സൊക്കെ ഉണ്ട്. ബോക്സൊക്കെ വെറുതെ വെച്ചാണ്. വൺ ഡേ റൈഡാണ്. കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും നമ്മൾ ഒരാഴ്ച റൈഡിന് പോകുന്നതാണ്, പക്ഷെ അതൊന്നുമല്ല. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റ് അതിൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പോൾ നമുക്ക് സേഫ്റ്റിയാണ് മെയിൻ. സേഫ്റ്റി മുഖ്യം. ബിഗിലെന്ന് പറഞ്ഞാൽ എല്ലാം റെഡിയാക്കി അവൾക്കും ഞാൻ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ നീ പാഡ് കാര്യങ്ങളെല്ലാം ഇട്ട്. പക്ഷേ ഇങ്ങനെ പോകാൻ രസമുണ്ട് കേട്ടോ. ഇങ്ങനെ എല്ലാം ഇട്ട് സെറ്റായി റൈഡ് പോകാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് റെഡിയാക്കി പിന്നെ ഇനിയിപ്പം റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ മാത്രമല്ല വേറെയും കുറച്ച് ടീമുണ്ട്. നമ്മളൊരു ഗ്രൂപ്പ് റൈഡാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഇറങ്ങാൻ പോവാണ്. വണ്ടി എല്ലാം എടുത്ത് സ്റ്റാർട്ടാക്കി സെറ്റായി. അമ്മയുണ്ട് മുന്നിൽ. അമ്മേനോടെല്ലാം യാത്രയൊക്കെ പറഞ്ഞ് അവളും കയറി. അവൾക്ക് പിന്നെ ഹൈറ്റിൻ്റെ പ്രശ്നമുണ്ടെന്നാണ് അവൾ പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ചാടിയൊക്കെയാണ് കയറുന്നത്. അങ്ങനെ നമ്മൾ പോവാണ്. ഇരിങ്ങൽ കഴിഞ്ഞു മൂരാട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് എപ്പോഴും നമുക്ക് ബ്ലോക്ക് കൊടുക്കുന്നൊരു സ്ഥലം. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, പഴയ ബ്രിട്ടീഷുകാരുടെ ഒരു പാലം. അതെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ബ്ലോക്കായിരിക്കും. ഒരു സൈഡ് വണ്ടി പോകുമ്പോൾ ഒരു സൈഡ് വണ്ടി പോകില്ല. അങ്ങനെയുള്ളൊരു ടൈപ്പ് സ്ഥലമായിരുന്നു. അന്നേ ബ്ലോക്കാണ്. ഇപ്പോൾ റോഡ് പണിയൊക്കെ തുടങ്ങി. പാലത്തിൻ്റെ പണി കഴിഞ്ഞപ്പം റോഡിൻ്റെ അവസ്ഥ ഇതാണ്. എന്താ പറയാനാ, അതില്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു അതിൽ മൂരാടുകാർ ഇങ്ങനെ ബ്ലോക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കണം. അത് തന്നെ ഒരു കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല റോഡ് കിട്ടും. നല്ല റോഡ് എന്ന് പറഞ്ഞാൽ ഒരു 2.5 കിലോമീറ്റർ റോഡ് മാത്രമേ ഇപ്പം വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. വേണ്ടല്ലോ, നല്ല അടിപൊളി സെറ്റപ്പായിട്ട് കണ്ടു കഴിഞ്ഞാൽ കേരളം എന്ന് തോന്നാത്ത രീതിയിലുള്ള റോഡുകളൊക്കെയാണ്. പക്ഷെ 2 കിലോമീറ്റർ കഴിയുമ്പോൾ ഇതിൻ്റെ അവസ്ഥ പിന്നെയും പഴയമാരിയാവും. അത് നിങ്ങൾ നോക്കണ്ട, അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ നമ്മൾ പോയി വടകര പോയി വെയിറ്റ് ചെയ്യണം. കോഴിക്കോട് നിന്ന് 5 മണിക്ക് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 6 മണിയാകുമ്പോഴേക്കും കോഴിക്കോട് ഒന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വടകര നിൽക്കണം. അങ്ങനൊരു 6 മണി ആയില്ല. അവർ 6 മണിയെന്ന് പറഞ്ഞാൽ 5:50 അവർ സ്ഥലത്തെത്തി. ഇനിയിപ്പോൾ ഒരാളും കൂടി വരാനുണ്ട്. മൂപ്പര് പിന്നെ വടകരക്കാരനായതുകൊണ്ട് കുറച്ച് നേരത്തെ ആക്കി. അതുകൊണ്ട് മൂപ്പരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഒരു പള്ളിയിലൊക്കെ പോയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആളെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കുഞ്ഞമ്മക്ക. നമ്മളെ ഉള്ളതിൽ കുറച്ച് സീനിയർ മൂപ്പരാണ്. അപ്പോൾ ഇനി റൈഡ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യണം വടകരയിൽ. നമ്മൾ ഒരു 8 ആളുണ്ട്. അതിൽ 2 പേര് ഫാമിലീസാണ്. ഞാനും എൻ്റെ വൈഫും പിന്നെ വേറെ ഷിബിനേട്ടൻ എന്നുണ്ട്. ഷിബിനേട്ടൻ്റെ വൈഫും. അങ്ങനെ ഇനിയിപ്പോൾ വടകരയിൽ നിന്ന് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യണം റൈഡ്. നമ്മൾ 6 വണ്ടി 8 പേരാണ് ഉള്ളത്. നമ്മൾ എല്ലാവരും എങ്ങനെ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മൾ ഹോണ്ടേൻ്റെ കമ്പനിയുടെ റൈഡ് പോകുമായിരുന്നു. അങ്ങനെ റൈഡ് പോയി കണ്ട് പരിചയപ്പെട്ട് അതിൽ നമുക്ക് സെറ്റാകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇതാൾ കുറവാണ്. ഇനിയും കുറേ ആൾക്കാർ നമ്മുടെ ഇതിലേക്ക് വരാനുണ്ട്. അവരൊക്കെ പല പല കാരണം കൊണ്ട് അവർക്ക് ഈ പ്രാവശ്യം റൈഡിന് വരാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും പോയി. ഇപ്പോൾ നമ്മളെന്തായാലും സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. അങ്ങനെ പോയി നമ്മൾ ചൊക്ലി എത്തി. ചൊക്ലിയിൽ നിന്ന് പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി സൈഡാക്കി. ഞാൻ പിന്നെ തലേന്ന് വൈഫിനെ കൊണ്ടൊന്ന് കണ്ണൂർ പോയപ്പോൾ മാഹിയിൽ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ ആവശ്യമില്ല. ബാക്കി എല്ലാവരും പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ കൂത്തുപറമ്പ് ഇരിട്ടി വഴിയാണ് പോകുന്നത്. അപ്പോഴേക്ക് എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മഴയും നമുക്ക് കിട്ടി. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിട്ടി കഴിഞ്ഞിട്ടൊരു ഹോട്ടലിൽ സൈഡാക്കി എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇരിട്ടി വിരാജ്പേട്ട് റൂട്ടിൽ കൂടെയാണ് ഇപ്പോൾ കൂർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ വരുന്നത് ഗോൾഡൻ ടെമ്പിളാണ്. വൺ ഡേ റൈഡ് ആയതുകൊണ്ട് നമ്മൾ ഒറ്റ ഡെസ്റ്റിനേഷൻ വെച്ചിട്ട് അവിടെ പോയിട്ട് തിരിച്ചു വരാമെന്നാണ് ഇപ്പോൾ പ്ലാൻ. അങ്ങനെ അടിപൊളിയായിട്ടുള്ള കാടും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു മിസ്റ്റും ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല. നല്ല സുഖം ഉണ്ടായിരുന്നു പോകാൻ. പിന്നെ നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ എല്ലാവരും നിർത്തി. ഇപ്പോൾ എല്ലാവർക്കും എന്തായാലും ഗ്രൂപ്പായിട്ട് പോയല്ലേ, ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കലാണ് എല്ലാവരുടെയും മെയിൻ ഉദ്ദേശം. നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ പിന്നെ റൈഡ് കണ്ടിന്യൂ ചെയ്തു. മഴേൻ്റെ ഒരു സീസൺ കഴിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടേ ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റായിരുന്നു. അധികം വെയിലും ഇല്ല, അധികം മഴയില്ല. പക്ഷെ മഴ ഇടയ്ക്കിടയ്ക്ക് പണി വരും. നമ്മൾ കോട്ട് വരുമ്പോൾ മഴ പെയ്യും, കോട്ടിടുമ്പോൾ മഴ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്തായാലും കുഴപ്പമില്ലായിരുന്നു. നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. പിന്നെ കുറേ ദൂരം പോയപ്പോൾ ഒരു
എണ്ണപ്പാനയുടെ ഒരു പാടമുണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ബൈക്ക് അവിടെ നിർത്തി കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ ഫോട്ടോ എടുപ്പിൻ്റെ കാര്യം പറയണ്ട, എല്ലാവരും കണക്കാണ്. ഒരാൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്തൂല. അങ്ങനെ വിരാജ്പേട്ട ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് ചായേൻ്റെ ഒരു വിളി വന്നിട്ടുണ്ട്. 8:30 നമ്മൾ ഏകദേശം അവിടെ എത്തിയപ്പോൾ. അപ്പോൾ വഴി സൈഡിൽ കണ്ടൊരു ഷോപ്പിൽ ചവിട്ടി. അവരുടെ ശരിക്കും പറഞ്ഞാൽ ചായ ഒന്നുമില്ല, അവർ പിന്നെ വീട്ടിൽ പോയി ചായ കിട്ടുകൊണ്ടോന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി എടുത്തോണ്ട് പിള്ളേരൊക്കെ നല്ല ചില്ല് മൂഡിലാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിലും. പിന്നെ കൂർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് പിള്ളേരുടെ മെയിൻ ഏരിയ ആണല്ലോ. ടൂർ പോവുകയാണെങ്കിൽ ചിക്മംഗ്ലൂർ, കൂർഗ് ഇതാണ് എല്ലാവരുടെയും മെയിൻ ഡെസ്റ്റിനേഷൻ. ഇത് കഴിഞ്ഞ് നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഗോൾഡൻ ടെമ്പിൾ എത്തി. നമ്മളൊരു 9-9:30 പ്രതീക്ഷിച്ചത്. പിന്നെ നമ്മളെ വഴി നിർത്തലും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അങ്ങനെ കുറേ ലേറ്റായി. പിന്നെ ഗോൾഡൻ ടെമ്പിൾ എത്തി. എല്ലാവരും ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സ്ഥലമെല്ലാം ഭയങ്കര പീസാണ് സ്ഥലം. ഇന്ന് നോക്കണ്ടത്, ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഫുള്ളാണ്. അല്ലാത്ത ദിവസമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു സമാധാനം കിട്ടും ഈ ഒരു ഏരിയയിലൊക്കെ വന്നാൽ. അങ്ങനെ എല്ലാവരും ചെരുപ്പും ബാഗും ജാക്കറ്റും സാധനമൊക്കെ ഒരു 6-7 കിലോ ഉണ്ടാവും എല്ലാം കൂടി, ബൂട്ടും ജാക്കറ്റും എല്ലാം കൂടി. ഇതൊക്കെ എല്ലാവരും അഴിച്ച് ഇവിടെ വെച്ച് അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് കയറി. അവിടെ എന്തോ നമ്മൾ പോയ സമയത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് കയറിയിരിക്കാനും അവരെ പ്രാർത്ഥന കേൾക്കാനും. നമുക്കെന്തോ ഒരു മൈൻഡ് ഭയങ്കര റിലാക്സായിട്ട് കിട്ടും. നല്ല ഉറക്കം വരും അതിൻ്റെ അകത്ത് കയറിയാൽ. ഇവരുടെ ഈ ഒരു പണിയിരിക്കലും ഈ ചെണ്ടകൊട്ടലും കുറേ പരിപാടിയുണ്ട്. അപ്പോൾ എന്താണ് അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്തോ നമുക്കൊരു പോസിറ്റീവ് എനർജി അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഉണ്ടല്ലേ, കുറേ ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്. ഇന്നലെ നമ്മുടെ ടീംസെല്ലാം ഇവിടെ സൈഡിലിരിക്കുന്നുണ്ട്. എല്ലാവരും വന്ന് ആ റൈഡ് ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് അവരെ ചാൻറ്റ് ചെയ്യുന്ന മന്ത്രം കേട്ട് ഇങ്ങനെ ഒരു പീസായിട്ട് അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പം അതൊക്കെ പിന്നെ എന്തായാലും പോയാലൊരു വീഡിയോ ഒക്കെ എടുക്കണം. നമ്മളിവിടെ തൊപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് പോയത്, വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇടണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അവരുടെ അമ്പലം. ഇതാണ് അവരുടെ ഏറ്റവും വലിയ അമ്പലം അവിടെ ഉള്ളതിൽ വെച്ച്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിംഗ് ആണല്ലോ മെയിൻ. ഷോപ്പിംഗ് ഇല്ലാതെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഷോപ്പിൽ കയറി. ഒന്നുമില്ല, നമുക്ക് മെയിനായിട്ട് കീ ചെയിനും കാര്യങ്ങളൊക്കെ വേണ്ടു. ചെറിയൊരു സാധനം മതി നമുക്ക്. എവിടെയെങ്കിലുമൊക്കെ പോയാലേ അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങൾ എന്തെങ്കിലും ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതിലേക്ക് പിന്നെ ലഞ്ചിൻ്റെ ടൈമായി. ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചു വിടാനുള്ള പരിപാടിയായി. തിരിച്ചു വന്നപ്പോഴേക്കും അതും നല്ല രസമുള്ള സ്ഥലമായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് കാണാത്ത പോലത്തെ ചെടിയൊക്കെയാണ്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് തിരിച്ച് നമ്മൾ മാനന്തവാടി, തോൽപ്പെട്ടി മാനന്തവാടി റൂട്ടിലൂടെയാണ് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്തത്. പോയ വഴി നമ്മളെന്തായാലും തിരിച്ചു വരാം. നമ്മളൊരു റൗണ്ട് ട്രിപ്പാണ് എപ്പോഴും പ്ലാൻ ചെയ്യുക, അതാകുമ്പോൾ നമുക്ക് മടുക്കൂല. അങ്ങനെ എല്ലാവരും റൈഡ് ചെയ്ത് വരികയാണ് കാട്ടിൻ്റെ അകത്തേക്ക്. കുറേ ദൂരം വന്നപ്പം പിന്നെ ഒരു ബ്രേക്ക് ചവിട്ടി. എല്ലാവരും ഒന്ന് നടുവൊക്കെ നിവർത്തി സെറ്റായി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഫോറസ്റ്റാണ്, ഇതെല്ലാം സെറ്റായി. അപ്പോൾ നമ്മൾ ഇന്ന് ഫോറസ്റ്റിൻ്റെ അകത്ത് കയറിയപ്പോഴേക്കും രാത്രിയായി, ഒരു 7 മണിയായി. നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് ലേറ്റായി, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു മഴ കിട്ടി. പിന്നെ അങ്ങോട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളൊരു 10:30 ആയപ്പോഴേക്കും തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും വണ്ടീൻ്റെ അവസ്ഥ ഉണ്ടല്ലേ, ഇതാണ് അവസ്ഥ. ഇനിയിപ്പോൾ ഇതൊക്കെ നാളെ ഇരുന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിനിയിപ്പം അടുത്ത ട്രിപ്പിന് കാണാം.